വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഒരു പുതിയ റെസിപ്പി ആയിട്ട് വന്നിരിക്കുന്ന പുതിയ റെസിപ്പി ചക്കനെ കൊണ്ടൊരു ചില്ലി. പക്ഷേ ചക്ക എല്ലാം കഴുകി റെഡിയാക്കി നല്ലോണം വെച്ചിട്ടുണ്ട്. ഇതിന് കുരുവൊന്നും എടുത്തിട്ടില്ല, എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം എന്താണെന്ന് വെച്ചാൽ നോക്കാം. മല്ലിച്ചപ്പ്, ടൊമാറ്റോ സോസ്, ജീരകം പൊടിച്ചത്, ഗരം മസാല, കുരുമുളക് പൊടി, ചിക്കൻ മസാല, മുളക് പൊടി, മഞ്ഞൾ പൊടി, കോൺഫ്ലവർ, മുട്ട, പിന്നെ കാപ്സിക്കൽ, നാരങ്ങ, ഒരു ചോള വെളുത്തുള്ളി, കഷ്ണം ഇഞ്ചി, ഉള്ളി, 4 പച്ചമുളക്, 3 തക്കാളി, 5 ഉള്ളി എടുത്തിട്ടുണ്ട്, എണ്ണ. ഇത്രയൊക്കെ കൊണ്ടാണ് നമ്മൾ ഇത് തയ്യാറാക്കുന്ന. എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഇത് അരച്ചെടുക്കാം. ജാറിൽ ചക്ക പെരക്കി വെക്കണം. ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്, 4 പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കണം. കുറച്ച് മല്ലിച്ചപ്പ്, ഇതിട്ടൊന്ന് അരച്ചെടുക്കാം മിക്സിയിൽ. പേസ്റ്റ് നമുക്ക് ഇടാം. നമുക്ക് ഒരു ചെറിയ ടീസ്പൂൺ ജീരകം വറുത്ത് കൊടുത്തത്, ഒരു സ്പൂണിൽ തന്നെ കുറച്ച് ഗരം മസാല ചെറിയ സ്പൂണിൽ, ഒരു 1/4 സ്പൂണ് കുരുമുളക് പൊടി, സ്പൂൺ മഞ്ഞൾ പൊടി, നമ്മൾ കാശ്മീരി മുളക് എടുത്ത മുളക് പൊടി, കാശ്മീരി 3 സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു സ്പൂണ് ചിക്കൻ മസാലപ്പൊടി, ഒരു സ്പൂണ് ടൊമാറ്റോ സോസ്, ഇനി സോയാ സോസ് ഇടാം. നമുക്ക് ഒരു സ്പൂണ് സോയാ സോസ്, ഇനി നമുക്ക് ഒരു സ്പൂൺ ഉപ്പ്, 2 സ്പൂൺ ഉപ്പ്, 2 സ്പൂൺ ഉപ്പിട്ട് ഇനി ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞിടാം. ഇനി ഇതൊന്ന് നന്നായി കുഴച്ചെടുക്കാം. ഇനി ഈ ചക്കയെല്ലാം ഇതിൻ്റെ അകത്തിട്ട് കുഴച്ച് ഒരു 10-15 മിനിറ്റ് നമുക്ക് വെക്കാം. അപ്പോഴത്തെ നമുക്ക് ഉള്ളിയും തക്കാളിയും എല്ലാം മുറിച്ച് ഒന്ന് റെഡിയാക്കി വെക്കാം. ഇത് നന്നായി
നന്നായി കുഴച്ചെടുക്കാം. ഇന്നലെ നമ്മൾ ഉണ്ടാക്കിനേനും, പക്ഷേ എങ്കിൽ വീഡിയോ കാണിക്കാൻ സമയം കിട്ടിയില്ല. നമുക്ക് വീടിൻ്റെ ക്ലീനിങ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് സമയം കിട്ടാത്തതുകൊണ്ട് വീഡിയോ എടുത്തില്ല. പിന്നെ ചക്കേൻ്റെ തന്നെ ഇപ്പം കാണിക്കുന്നത് വെച്ചാൽ ചക്ക സീസൺ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചക്ക കിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് ചക്കേൻ്റെ തന്നെ അങ്ങ് വീഡിയോ ഇപ്പം എടുക്കുന്നത്, കുക്കിംഗ് എടുക്കുന്നത്. ചക്ക ഇപ്പം കഴിഞ്ഞാൽ പിന്നെ ചക്ക കിട്ടില്ല, അപ്പം പിന്നെ അടുത്ത കൊല്ലം ആവണ്ടേ, അതുകൊണ്ട് കുഴക്കുമ്പം തന്നെ നല്ല മണം വരുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കുഴച്ച് വെച്ച് ഇതൊരു 10-15 മിനിറ്റ് ഇത് നമ്മൾ നന്നായി വെച്ച് കൊടുക്കാം. നമുക്ക് ഉള്ളി കട്ടായി, ഉള്ളി റൗണ്ടായിട്ടാണ് കട്ടാക്കേണ്ടത്. ഇതുപോലെ റൗണ്ടായിട്ടാണ് കട്ടാക്കിയിട്ട് ഉള്ളിയും തക്കാളിയും ഇങ്ങനെ റൗണ്ടായിട്ടാണ് കട്ടാക്കി എടുക്കേണ്ടത്. ഉള്ളി കട്ടാക്കി കഴിഞ്ഞു, ഇനി തക്കാളി കട്ടാക്കാം. നമുക്ക് തക്കാളീൻ്റെ നമുക്ക് പച്ചമുളക് ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 3 പച്ചമുളക്, കാശ്മീരി മുളക് മുറിക്കാം. ക്യാപ്സിക്കൽ മുളക് നമുക്ക് വലുതായോണ്ട് വട്ടത്തിൽ മുറിക്കാനുണ്ടാവും. ഇതുപോലെ കുറച്ച് ഒന്നായിട്ട് മുറിച്ചിട്ട് വേറെങ്ങനെയും മുറിക്കാം. ഇത് നല്ല നൂല് പോലെ അതിങ്ങനെയും മുറിക്കാം, ഇങ്ങനെയും മുറിക്കാം, ഓരോരുത്തരും ഇഷ്ടം പോലെ. നമ്മളെല്ലാം കട്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടുന്ന സാധനങ്ങൾ ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ച് മസാലയെല്ലാം ചക്ക പരക്കി വെച്ചാൽ മസാലയെല്ലാം നല്ല പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ച് ആദ്യം ചക്ക പൊരിച്ചെടുക്കാം. എണ്ണ ഒഴിച്ച് കൊടുക്കാം. ചക്ക പൊരിക്കാനുള്ളതാണ്. എന്നാൽ ചൂടാവട്ടെ. ചക്ക പൊരിക്കാനായിട്ട് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. മുട്ട പൊട്ടിച്ചിട്ടുണ്ട്. രണ്ട് മുട്ട എടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇനി ഇതെങ്ങനെയാണ് പൊരിക്കുന്നതെന്ന് നോക്കാം. മുട്ടേൻ്റെ അടുത്ത് മുക്കിയിട്ട് കോൺഫ്ലവറിൽ ഒന്ന് നല്ലോണം കവർ കൊടുക്കുക. ഇതുപോലെ എല്ലാം ചെയ്ത് കൊടുക്കുക.
അങ്ങനെ ഇതുപോലെ എല്ലാം ഇട്ട് കൊടുത്ത് ഇത് ഫ്രൈ ആകുന്നവരെ നമുക്ക് കാത്തിരിക്കാം. കുറച്ചിട്ട് കൊടുക്കാം ഓരോന്നായിട്ട്. ഒന്ന് മറിച്ചിട്ട് ഇനി ചക്കയെല്ലാം ഫ്രൈ ആയി കഴിഞ്ഞു. ഗ്യാസ് ഓഫ് ആക്കാം. ഇതിൻ്റെ മസാലകൾ റെഡിയാക്കാം. ഗ്യാസ് കത്തിച്ചു കൊടുക്കാം. ഇനി എണ്ണ ചൂടാവട്ടെ. എണ്ണ ചൂടായി കൊണ്ടിട്ട് ഒന്ന് അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും ഇഞ്ചി ഈ ഒരു 3-4 കൊള വെളുത്തുള്ളി ഇത് നന്നായി കൊടുക്കണം. ഒന്ന് വാടിയെടുക്കും. നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുക്കാം. കുറച്ച് ഒരു സ്പൂണ് ഒരു സ്പൂൺ മൊത്തം നന്നായി ഒന്ന് വാടിയെടുക്കാം. തക്കാളി ഇടും അധികം വാട്ടൂല. ഇതിന് ഒരു കണക്കിന് നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ചിക്കൻ സ്റ്റോക്കിൻ്റെ ഒരു കാഭാഗം ഒരു കഷ്ണം അത് ഇട്ട് കൊടുക്കാം. നമുക്കോരോ മസാലകൾ ഇട്ട് അല്പം മഞ്ഞൾ കൂടി ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ സ്പൂണ് ജീരകം വറുത്ത് പൊടിച്ചത്, ഒരു ചെറിയ 1 സ്പൂണ് ഗരം മസാല, ലേശം കുരുമുളക് പൊടി, ഒരു സ്പൂണ് മുളക് പൊടി, ചിക്കൻ മസാല ഇതിൽ ഒരു സ്പൂണ് നിറച്ചു ഇട്ട് കൊടുക്കാം. നമ്മൾ ഉപ്പ് നേരത്തെ ഇട്ട് കൊടുത്തിന്, എന്നാലും ഒരു ശകലം കൂടി ഒരു നുള്ളു. ഇനി ഇത് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം.
മൂന്ന് സ്പൂണ് സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം. രണ്ട് ഒരു സ്പൂണ് ടൊമാറ്റോ സോസ്. ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സാക്കി എടുക്കാം. മസാലകളെല്ലാം നല്ല മസാലയും പിടിച്ച് നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ച ചക്ക ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുക്കാം. നന്നായി എല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കണം. നല്ല ഇളക്കി ഇതിൻ്റെ കൂടെ മിക്സായി നല്ല ഒന്ന് പിടിച്ച് വരണം മസാലയിൽ. നല്ല ടേസ്റ്റാണ്, നല്ല സൂപ്പർ ടേസ്റ്റാണ്. ചിക്കൻ തിന്നുന്ന പോലെ തന്നെ ഉണ്ടാവും. ചിക്കനെക്കാട്ടിയും കൂടുതൽ ടേസ്റ്റാണ് ഇത്. തിന്നാലേ അതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ശരിക്കും അറിയും. അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചക്ക വെണ്ണയും കാത്തു നിൽക്കും. അത്രക്കും ടേസ്റ്റിയുള്ള ഒരു ചക്ക ചില്ലിയാണിത്. ഒരല്പനേരം നമുക്ക് ഒന്ന് ഇതെല്ലാം ഇതിന് മസാല പിടിച്ച് വരുന്നവരെ കാത്തിക്കാം. ചില്ലി ഒന്ന് ചക്ക ചില്ലി റെഡി ആയിട്ടുണ്ട്. ഗ്യാസ് ഓഫാക്കി കൊടുക്കാം. കുറച്ച് മല്ലിയില ഇതറി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചക്ക ചില്ലി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചക്ക ചില്ലി റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ചക്കേനെ കൊണ്ട് ഇത്രയും നല്ല ഒരു ഇതായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ചിക്കനെ പോലെ തന്നെ, ചിക്കനെക്കാട്ടിയും കൂടുതൽ. അത് കഴിച്ചു കഴിഞ്ഞാലോ ഞാൻ പറഞ്ഞാലേ മനസ്സിലാവും. ഞാൻ പറഞ്ഞാലൊന്നും അത് നിങ്ങൾക്ക് ബോധ്യമാവില്ല. നിങ്ങളത് ഉണ്ടാക്കി നോക്കി കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം എന്താണെന്ന് അറിയാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം, എനിക്ക് സപ്പോർട്ട് ചെയ്യാം, ഷെയർ ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം.